ഹായ് ഗൈസ്. അങ്ങനെ അപ്പൂസിൻ്റെയും അല്ലൂസിൻ്റെയും ആഗ്രഹം പോലെ തന്നെ നമ്മൾ ഒരു 2-3 ദിവസം ചേച്ചിയുടെ അടുത്ത് ഉടുപ്പിയിൽ ഒന്ന് നമ്മൾ സ്റ്റേ ചെയ്തു. അവരൊരു 5 ദിവസമായി, അപ്പവും അല്ലും വിപിനി ഒരു 5 ദിവസമായി. ഞാനൊരു 2 ദിവസം അവരെ കൂടുതലവിടെ ജോയിൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇന്ന് തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ബിൽഡിങ്ങിൻ്റെ മുകളിൽ 2nd ഫ്ലോറിലാണ് ചേച്ചിയുടെ ഫ്ലാറ്റ്. അവിടെ നിന്ന് എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങി ഉടനെ തന്നെ ഞങ്ങൾക്ക് ഓട്ടോ കിട്ടി. അധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ഞങ്ങൾ പോകുന്നത് ബൈ ബസ്സിന് ബാംഗ്ലൂർ പോയിട്ട് അവിടുന്ന് ഡയറക്റ്റ് ട്രെയിനിന് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പ്രീ പ്ലാൻഡായിട്ട് ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല, ടിക്കറ്റൊന്നും ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല. കാരണം മംഗലാപുരത്ത് ജസ്റ്റ് ഉടുപ്പിയിൽ നിന്ന് മംഗലാപുരത്ത് കോഴിക്കോടേക്ക് വരെ അത്ര വലിയ ദൂരമൊന്നുമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയ ഉടനെ ഞങ്ങൾക്ക് ഓട്ടോ കിട്ടി. ഓട്ടോയിൽ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലെത്തി. ബസ് സ്റ്റാൻഡിൽ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ബസ് കിട്ടി. ബസ് കിട്ടിയപ്പോഴാണ് ശരിക്കും ബുദ്ധിമുട്ടുണ്ടായത്. നല്ല തിരക്കായിരുന്നു. കാരണം ഓൾറെഡി KSRTC ചെയ്തുകൊണ്ട് കർണാടക ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ ഓൾറെഡി എല്ലാം റിസർവ്ഡ് ആയിരുന്നു. പക്ഷേ എന്നാലും ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. പക്ഷേ ഒരുമിച്ചൊന്നും കിട്ടിയില്ല. ഞാനും അല്ലും ഡ്രൈവറെ തൊട്ടടുത്ത് മുന്നിലെ സീറ്റിലായിരുന്നു. പക്ഷേ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി. വിപിനെ നേരെ ബാക്കിലായിരുന്നു ഇരുന്നൊരു സീറ്റ് റിസർവ് സീറ്റായിരുന്നു. പിന്നെ അത് മാറിയിരുന്നു. അങ്ങനെയൊക്കെ ഞങ്ങൾ മംഗളൂരിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിലാണ്. നല്ല തിരക്കുമാണ്, നല്ല ചൂടുമാണ്. അപ്പം ഇനി മെല്ലെ പോകുന്ന കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം. എന്നിട്ട് മംഗലാപുരത്ത് എത്തിയിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം. ഓക്കെ. യെസ്, അങ്ങനെ നമ്മൾ ഏകദേശം മംഗലാപുരം സിറ്റിയിലേക്ക് എത്തി. സിറ്റീൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തു എന്ന് തന്നെ പറയാം. ബൈപ്പാസിൽ നിന്ന് ബസ് ഏകദേശം സിറ്റീൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ എൻ്റർ ചെയ്തിരിക്കുകയാണ്. വരുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ തന്നെയായിരുന്നു. കാരണം ബസ്സിൽ നിന്നായതുകൊണ്ട് ജസ്റ്റ് വോയിസ് കൊടുത്ത് റെക്കോർഡ് ചെയ്യാനൊക്കെ പറ്റിയില്ല. കാരണം ആദ്യമായിട്ട് നമ്മൾ തുടങ്ങിയതാണല്ലോ വീഡിയോ. അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിട്ട് മുന്നോട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പം വരുന്ന വഴിക്ക് നല്ല അമ്പലങ്ങൾ കാണാൻ പറ്റി. അത് വലിയൊരു ഇതായിരുന്നു. കാരണം നല്ല നല്ല ഭംഗിയുള്ള അമ്പലങ്ങളാണ് കർണാടകത്തിലെ. അതുകൂടാതെ തന്നെ ബ്രിഡ്ജിൻ്റെ 2-3 ബ്രിഡ്ജ് പാസ് ചെയ്തു. എല്ലാ ബ്രിഡ്ജിൻ്റെ മുന്നിലും പണ്ടത്തെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയ ഒരു ബ്രിഡ്ജിൻ്റെ ഫീല് നമുക്ക് കിട്ടുന്ന രീതിയിൽ. കാരണം 2 സൈഡിലും നല്ല തൂണുകളും അതിൻ്റെ മുകളിൽ കുറച്ച് പഴയ കാലത്തെ ഒരു വർക്കുകളില്ലേ, അങ്ങനത്തെ ഒരു വർക്ക്. കാരണം അത് വീഡിയോ കറക്റ്റ് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം പെട്ടെന്ന് വണ്ടി പാസ് ചെയ്ത് പോയി. അപ്പം ആ രീതിയിൽ നമുക്കത് ഫീൽ ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം നമ്മളിതാ മംഗലാപുരം സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ റിസർവേഷൻ ചെയ്തിട്ടില്ലായിരുന്നു, ഇങ്ങനെ വന്നതാണ്. പക്ഷേ ഇവിടെ എത്തി അന്വേഷിച്ച് നോക്കിയ സമയത്ത് മെയിലിന് കാലിക്കറ്റ് വരെ നമുക്ക് റിസർവേഷൻ കിട്ടും. നോക്കിയപ്പോൾ ലോക്കലിൽ നല്ല തിരക്കാണ്. അപ്പോൾ പിന്നെ നോക്കിയില്ല, നേരെ റിസർവേഷൻ കൗണ്ടറിലേക്ക് പോയി. കൗണ്ടറിൽ പോയി നമ്മൾ റിസർവേഷൻ കൊടുത്തു, ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു, ക്യാഷ് കൊടുത്തു, റിസർവേഷൻ കിട്ടി. അതിന് ശേഷം നമ്മൾ ലൈറ്റായിട്ട് ഫുഡ് കഴിച്ചു. കാരണം ഓൾറെഡി നമ്മൾ ബസ് കുറച്ച് ലേറ്റ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് പിന്നെ ട്രെയിൻ മിസ്സായി പോകുന്നൊരു പേടിയും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരം കഴിഞ്ഞ് നമ്മൾ നാട്ടിലെത്തുമ്പോഴേക്ക് ഒരുപാട് ലേറ്റ് ആവും. അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തു. ചെറിയ രീതിയിലൊരു ഭക്ഷണം സ്നാക്സ് കാര്യങ്ങളൊക്കെ കഴിച്ചു. അപ്പോഴാണ് ഓർമ്മ വന്നത് കയ്യിലുള്ള വെള്ളം കഴിഞ്ഞു വരുന്നു. കാരണം ബസ്സിൽ ഞാൻ പറഞ്ഞ നല്ല തിരക്കായതുകൊണ്ടും ചൂടായതുകൊണ്ടും നമ്മുടെ കയ്യിലുള്ള വെള്ളമൊക്കെ തീർന്നു. അങ്ങനെ ഞാൻ വെള്ളമൊക്കെ വാങ്ങി ട്രെയിനിലേക്ക് തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ച അപ്പവും അല്ലും 2 പേരും തുടങ്ങിയിട്ടുണ്ട്. ബർത്തിൽ കയറുക, താഴോട്ട് ചാടുക, ഫുള്ള് വിപ്ലവമായിരുന്നു കമ്പാർട്ട്മെൻറ്റിൽ. പക്ഷേ എന്നെ കണ്ട ഉടനെ 2 പേരും നല്ല മക്കളായിട്ടോ. 2 പേരും നല്ല ഒന്നും ചെയ്യാത്ത, ബർത്തിലൊന്നും കയറാത്ത, നല്ല അടങ്ങിയിരിക്കുന്ന മക്കളായിട്ട് എങ്ങനെ അടങ്ങിയിരുന്നു. അങ്ങനെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ കാലിക്കറ്റിലുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. അപ്പം നമുക്ക് ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോകാം.
കുറച്ച് നേരം അല്ലൂസിൻ്റെ ഹെഡ് മസാജൊക്കെ ആയി ഇങ്ങനെ ഞാൻ ട്രെയിനിൽ അവൻ്റെ മടിയിൽ കുറച്ച് നേരം കിടന്നു. അത് കഴിഞ്ഞ് അവന് കാല് നനയ്ക്കുന്നു തോന്നിയപ്പോൾ ഞാൻ എണീറ്റു. പിന്നെ ട്രെയിനിൽ കയറിയത് മുതൽ ഏകദേശം ഒരു 2 മണിക്കൂർ നേരത്തോളം 2 മണിക്കൂറാണ്. 2 മണിക്കൂർ നേരത്തെ അവരെ വക ഭയങ്കര വിപ്ലവവും യുദ്ധമായിരുന്നു ട്രെയിനിൽ കിടന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമുണ്ട്. അങ്ങനെ കുറച്ച് നേരത്തിൻ്റെ ശേഷം അവർ രണ്ടുപേരും നല്ല രീതിയിൽ കിടന്നുറങ്ങി. ഏകദേശം 1 മണിക്കൂറിനടുത്ത് നല്ല രീതിയിൽ അവർ കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ കാലിക്കറ്റുള്ള യാത്ര പിന്നെയും കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഒരു വൈകുന്നേരം ഒരു 5-5:30 മണിയാകുമ്പോഴേക്ക് ഏകദേശം മംഗലാപുരത്ത് നമുക്കൊരു 3.5 മണിക്കൂർ നേരത്തിനോട് 3.5 മണിക്കൂർ തന്നെ ഏകദേശം എത്തുന്നത് 3.25 മണിക്കൂറായി തോന്നുന്നു. ഏകദേശം ഒരു 5:30 മണി കഴിഞ്ഞു ഇന്ന് കോഴിക്കോട് എത്തുമ്പോഴേക്ക്. അങ്ങനെ നമ്മൾ 5:30 മണിയാകുമ്പോഴേക്ക് നമ്മൾ കോഴിക്കോടേക്ക് എത്തി. കാരണം തിരക്കൊന്നുമില്ലായിരുന്നു. റിസർവേഷൻ ആയതുകൊണ്ട് തന്നെ റിസർവേഷൻ്റെ ഒരു തിരക്ക് വരെ ഇല്ലായിരുന്നു. കാരണം ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് അധികം റിസർവേഷൻ കംപ്ലീറ്റ് വരുന്നത് കോഴിക്കോട് നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല സുഖസുന്ദരമായിട്ട് വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമ്മൾ കോഴിക്കോടെത്തി. അങ്ങനെ നമ്മൾ കോഴിക്കോട് ട്രെയിൻ ഇറങ്ങി. നമ്മളവിടുന്ന് കോഴിക്കോട് നിന്ന് വീട്ടിലേക്ക് പോകാൻ വേണ്ടി കുന്നമംഗലം എത്തണം. അപ്പോൾ പാളയം ഭാഗത്തേക്ക് ഓട്ടോ ഒന്നും കിട്ടുന്നില്ല. കാരണം അവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് വണ്ടികളൊന്നും പോകുന്നില്ല. അപ്പോൾ നമ്മൾ നടന്നു പാളയത്തെത്തി. പാളയത്ത് നിന്ന് ബസ് കയറി നമ്മൾ നേരെ കുന്നമംഗലത്ത് നിന്ന് ചെറിയ രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിലേക്ക് യാത്ര ചെയ്തു. അങ്ങനെ ഇന്നത്തെ ചെറിയ വ്ളോഗാണ്. സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഇതിലുണ്ടാവാം. വീഡിയോൻ്റെ ക്വാളിറ്റിയിലും റെക്കോർഡിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ അതൊക്കെ ഒന്ന് എല്ലാവരും ക്ഷമിച്ചിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ നല്ലോണം സപ്പോർട്ട് ചെയ്യുക. എനിവേ താങ്ക് യു വെരി മച്ച്.